Hi all, welcome to this session. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ we learned moment of inertia, we learned parallel axis theorem, perpendicular axis theorem, അതുപോലെ തന്നെ റിജിഡ് ബോഡി ഷേപ്പ് പല തരത്തിലുള്ള ജോമെട്രിയിൽ നമ്മൾ moment of inertia പഠിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റെക്ടാങ്കുലർ റോഡിന്റെ moment of inertia ആണ് പഠിച്ചത്. I hope you all have revised those topics. എല്ലാവരും നന്നായിട്ട് റിവൈസ് ചെയ്തിട്ടാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് ഞാൻ കരുതുന്നു. ഇല്ലാത്തവർ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് നമ്മൾ ഇതുവരെ പഠിച്ച ടോപ്പിക്കുകൾ റിവൈസ് ചെയ്തതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണും. അപ്പോൾ നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് അടുത്ത ഒരു ഷേപ്പായ സർക്കുലർ ഡിസ്ക് ആണ്. അപ്പോൾ ഒന്ന് ഓർക്കണം, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, നമ്മൾ ഒരു ജോമെട്രി ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം, നമ്മൾ അവിടുത്തെ ഒരു സ്മോൾ പോർഷൻ, ആ ജോമെട്രിയുടെ ഒരു സ്മോൾ പോർഷന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിച്ച് അത് ആ ഫുൾ ഷേപ്പിലേക്ക് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുകയാണ് എന്നതാണ് നമ്മുടെ ലോജിക്ക് എന്ന് ഞാൻ പറഞ്ഞു. അതേ ലോജിക്ക് തന്നെയാണ് നമ്മൾ എവിടെ ഉപയോഗിക്കുന്നത്, സർക്കുലർ ഡിസ്കിൽ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സർക്കുലർ ഡിസ്ക് എന്താണെന്നുള്ളത്, അല്ലേ? നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം ഒരു സർക്കുലർ ഡിസ്കിന്റെ ഷേപ്പ്. അപ്പോൾ അതിലൊരു തിക്നെസ് ഉണ്ട്. ഇവിടെ നമ്മൾ എടുക്കുന്ന സർക്കുലർ ഡിസ്കിന് തിക്നെസ് ഇല്ല. ദാറ്റ് വൺ ഇസ് ദ എക്സാമ്പിൾ ഫോർ സർക്കുലർ ഡിസ്ക്. ഒരു സർക്കുലർ ഷേപ്പിലുള്ള ഒരു ഡിസ്ക്, അകത്ത് ഹോളോ ഒന്നുമില്ല. നമ്മുടെ ഒരു കോമ്പാക്ട് ഡിസ്ക്, നമ്മുടെ CD നമുക്ക് വേണമെങ്കിൽ എടുക്കാം എക്സാമ്പിൾ ആയിട്ട്. പക്ഷേ CDയുടെ അകത്ത് എന്തുണ്ട്, ഒരു ചെറിയ ഹോൾ ഉണ്ട്. അങ്ങനെ ഹോൾ ഒന്നും ഇല്ലാത്ത ഒരു ഡിസ്കാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആ ഹോൾ ഉണ്ടെങ്കിൽ നമ്മൾ അതിന് ആനുലാർ ഡിസ്ക് എന്ന് വിളിക്കും. അത് നമുക്ക് അടുത്ത സെഷനിലാണ് പഠിക്കാനുള്ളത്. സോ ദിസ് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ സർക്കുലർ ഡിസ്ക്. അപ്പോൾ ഈ സർക്കുലർ ഡിസ്കിലെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എങ്ങനെ ആയിരിക്കും എന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലെ പറഞ്ഞു, നമ്മളൊരു ഷേപ്പിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ പഠിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം വേണ്ടത് അതിന്റെ ആക്സിസ് നമ്മൾ അറിയണം. ഇവിടെയും നമ്മൾ രണ്ട് ആക്സിസ് ആണ് പഠിക്കുന്നത്. ഫസ്റ്റ്, മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ സർക്കുലർ ഡിസ്ക് അബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ഇറ്റ്സ് സെന്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് പ്ലെയിൻ. ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഈ ഒരു ആക്സിസ് ആണ്. രണ്ടാമത് we need to learn what is the moment of inertia of the circular disk about its diameter. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ സർക്കുലർ ഡിസ്ക് അബൌട്ട് ആൻ ആക്സിസ് passing through its center and perpendicular to its plane. So അതിനായി we are considering a circular disk of mass m and radius r. ക്യാപിറ്റൽ ആർ റേഡിയസും ക്യാപിറ്റൽ എം മാസും ഉള്ള സർക്കുലർ ഡിസ്ക് എടുത്തു. നിങ്ങൾ കരുതരുത് ഈ സർക്കുലർ ഡിസ്കിന്റെ അകത്ത് പൊള്ളയാണ് എന്ന് കരുതരുത്. അതിൻ്റെ അകത്ത് മാസ് ഉണ്ട്, ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പ് ആണ്. ഞാൻ നേരത്തെ ഫോട്ടോയിൽ കാണിച്ചതുപോലെ അകത്ത് പൊള്ളയായിട്ടുള്ളതല്ല, ഫുള്ളായിട്ട് മാസ് ഉള്ള ഒരു ഡിസ്ക് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഷേപ്പ് സർക്കിളിന്റെ ഷേപ്പ് ആണ് അതുള്ളത്. സോ ഇറ്റ് ഈസ് കോൾഡ് സർക്കുലർ ഡിസ്ക്. നമ്മൾ റോഡ് പഠിച്ച സമയത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ മാസ് പെർ യൂണിറ്റ് എന്തെടുത്തു. കാരണം നമ്മൾ അതിലൊരു ചെറിയ പോർഷന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണല്ലോ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആ ചെറിയ പോർഷന്റെ മാസ് നമുക്കറിയണം. അതുപോലെ അവിടെ എടുക്കാനുള്ള കാര്യം അതൊരു 1 ഡയമെൻഷണൽ റോഡ് ആയിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ മാസ് പെർ യൂണിറ്റ് എന്തെടുത്തത്. പക്ഷെ ഇവിടെ എന്താണ്, ഒരു യു ക്യാൻ സി എ പ്ലെയിൻ, അല്ലെ? ഒരു ഏരിയ അവിടെ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. കാരണം അവിടെ ഫുള്ളായിട്ട് എന്തുണ്ട്, മാസ് ഉണ്ട്. ഞാൻ പറഞ്ഞ തിക്നെസ് ഇതിനില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 3 ഡയമെൻഷൻ ഷേപ്പിലേക്ക് പോകേണ്ടി വന്നു കഴിഞ്ഞാൽ മാസ് പെർ വോളിയം എടുക്കേണ്ടി വന്നു. ഇവിടെ നമ്മൾ 2 ഡയമെൻഷൻ ഷേപ്പിലേക്കാണ് പോകുന്നത്. അതിന്റെ തിക്നെസ് നെഗ്ലിജിബിളി സ്മോൾ ആണെന്നാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു സർക്കുലർ ഡിസ്കിന്റെ മാസ് പെർ യൂണിറ്റ് ഏരിയ നമ്മൾ എടുക്കുന്നു. ഏതുപോലെ? മാസ് പെർ യൂണിറ്റ് ലെന്ത് നമ്മൾ റിജിഡ് റോഡിൽ എടുത്തതുപോലെ. അതിന്റെ ഉപയോഗം നിങ്ങൾക്കറിയാം എന്താണെന്ന്. കാരണം അവസാനം നമുക്ക് അതിന്റെ മാസ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കാം. അപ്പൊ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് മാസ് പെർ യൂണിറ്റ് ഏരിയ ആണ്. സിഗ്മ ബി ദ മാസ് പെർ യൂണിറ്റ് ഏരിയ ഓഫ് ദിസ് സർക്കുലർ. സിഗ്മ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് ഞാൻ മാസ് പെർ യൂണിറ്റ് ഏരിയ, ഈ സർക്കുലർ ഡിസ്കിന്റെ മാസ് പെർ യൂണിറ്റ് ഏരിയ നൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പൊ വാട്ട് ഇസ് സിഗ്മ? സിഗ്മ ഈക്വൽ ടു മാസ് ക്യാപിറ്റൽ എം ആണ് divided by area. What is the area of this disk of radius capital R? Pi r square. So sigma is nothing but m by pi capital R. m by pi capital R square. Okay ആണല്ലോ ഇതുവരെ? സോ നമ്മൾ ഒരു സർക്കുലർ ഡിസ്ക് എടുത്തു. m ആണ് മാസ്, ക്യാപിറ്റൽ R ആണ് അതിന്റെ റേഡിയസ്. Then we wrote what is the mass per unit area. ഇത് പഠിപ്പിക്കുമ്പോൾ ഇത് കാണുന്ന സമയത്ത് എൻ്റെ കൂടെ തന്നെ നിങ്ങൾ നോട്ടും എഴുതി പോവുക. So we have the mass per unit area m by pi capital R square. So
Here we need to consider the moment of inertia of this disk about an axis. ഞാൻ പറഞ്ഞു passing through its center and perpendicular to its plane. Let AB be the axis passing through its center and perpendicular to its plane. അപ്പോൾ ഇവിടെ ഒരു സർക്കുലർ ഡിസ്ക് ഉണ്ടെങ്കിൽ ആ സർക്കുലർ ഡിസ്കിന്റെ സെന്ററിൽ കൂടി പെർപെൻഡിക്കുലർ ആയിട്ട് പോകുന്ന ഒരു ആക്സിസ്, അതിന് എബൌട്ട് ആയിട്ട് ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എത്രയാണ് എന്നതാണ് നമ്മൾ പഠിക്കേണ്ടത്. സോ ദിസ് ഈസ് ദി ആക്സിസ് AB be the axis passing through its center and perpendicular to its plane. ഇമാജിൻ ചെയ്യുക ആ ആക്സിസിനെ. അപ്പോൾ സർക്കുലർ ഡിസ്ക് ഇവിടെ നിൽക്കുന്നു, ആക്സിസ് മുകളിൽ നിന്ന് താഴോട്ടാണ്, സെന്ററിൽ കൂടി പ്ലെയിനിന് പെർപെൻഡിക്കുലർ. അപ്പോൾ ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമ്മൾ കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം, we are considering small circular rings. ഈ ഡിസ്ക് മുഴുവനും നമ്മൾ എന്ത് ചെയ്യുന്നു, കുറെ സർക്കുലർ റിങ്സ് consider ചെയ്യുന്നു. We are dividing the whole disk into a large number of concentric rings. ഈ റെഡ് പോർഷൻ കാണുന്നത് റിംഗ് ആണ്. ഇതുപോലെ ഒരുപാട്, you can imagine infinite number of rings inside this circular disk. ആ സർക്കുലർ ഡിസ്കിനെ അകത്ത് വരത്തക്ക രീതിയിൽ നമ്മൾ ഒരുപാട് റിങ്സ് കൊണ്ട് അതിനെ എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു ഓഫ് ഡിഫറെന്റ് റേഡിയസ് അല്ലെ. ആദ്യത്തെ റിംഗ് ചെറുതായിരിക്കും, അതിന് വലിയ അപ്പൊ ഞാൻ ഒരു പർട്ടിക്കുലർ റിംഗ് ഞാൻ ഇവിടെ എടുത്തു എന്ന് മാത്രം. ഇതുപോലുള്ള അനവധി റിംഗ് ആയിട്ട് നമ്മൾ ആ സർക്കുലർ ഡിസ്കിനെ എന്ത് ചെയ്തു, ഡിവൈഡ് ചെയ്തു. സോ വി ക്യാൻ കൺസിഡർ എ ലാർജ് നമ്പർ ഓഫ് റിംഗ്സ് ബിറ്റ്വീൻ ദി സെന്റർ, ലെറ്റ് ദി സെന്റർ ബി 0, between 0 and R. Between this space we can consider a large number of circular rings. അപ്പോൾ I am considering one such ring of radius capital X. Let the radius of this ring be capital X. Let the radius of this ring be capital X, having thickness. അത് നിങ്ങൾക്ക് ഒരു കാണാൻ പറ്റും, ഒരു റേഡിയൽ തിക്നെസ് കാണാൻ പറ്റും. Let dx be the radial thickness. നമ്മൾ ആലോചിക്കേണ്ടത് ഒരു സ്ട്രിപ്പ് ഓഫ് തിക്നെസ് dx ആയിട്ടുള്ള ഒരു റിംഗ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ x ആണ്, അതിന്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്, dx ആണ്. സോ യു ക്യാൻ ഇമാജിൻ a large number of such concentric rings. അവിടെ എന്ത് മാത്രമേ വേരി ചെയ്തുള്ളൂ, സെന്റർ സെയിം ആയിരിക്കും, റേഡിയസ് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, വേരി ചെയ്യത്തുള്ളൂ. സോ ജസ്റ്റ് ഇമാജിൻ a large number of circular rings inside that disk. Here we are considering one such ring of radius small x and thickness dx. Can you say what is the area of that particular ring? ഈ റിംഗിന്റെ ഏരിയ എത്രയെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഏരിയ ഓഫ് ദാറ്റ് റിംഗ് എത്രയായിരിക്കും എന്ന് ആലോചിച്ച് നോക്കേ. ഞാൻ ഈ റിങ്ങിനെ ഇവിടെ വെച്ചൊന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ നോക്കും, അപ്പോൾ ഒരു റെക്ടാങ്കുലർ സ്ട്രിപ്പ് ആയിട്ട് അത് മാറുമല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ലെന്തിന്റെ ബ്രെഡ്ത്ത് എടുക്കാം. ഈ റെക്ടാങ്കുലർ സ്ട്രിപ്പിന്റെ നീളം എത്രയായിരിക്കാം, ഇതിന്റെ സർക്കംഫറൻസ് ആയിരിക്കാം അല്ലേ. ഒരു സർക്കിളിന്റെ സർക്കംഫറൻസ് ആണല്ലോ അതിന്റെ നീളം അല്ലേ. അപ്പോൾ ഇതിന്റെ സർക്കംഫറൻസ് എത്രയായിരിക്കും? ഞാൻ പറഞ്ഞു ആ സർക്കുലർ റിങ്ങിന്റെ റേഡിയസ് x ആണ്. സോ ദ ലെങ്ത് ഓഫ്, ഞാൻ മുറിച്ചു കഴിഞ്ഞ് നീളം വെച്ചാൽ കിട്ടുന്ന ആ സ്ട്രിപ്പിന്റെ നീളം എന്ന് പറയുന്നത് 2πx ആയിരിക്കും അല്ലേ. ഇതിനെ ഞാൻ വെട്ടിക്കളഞ്ഞാൽ ഇങ്ങനെ നീളത്തിൽ നിങ്ങൾക്ക് ഒരു ഷേപ്പ് കിട്ടും. അതിന്റെ നീളം എന്ന് പറഞ്ഞാൽ ഈ റിങ്ങിന്റെ സർക്കംഫറൻസ് ആയിരുന്നു, ഇറ്റ് ഈസ് 2πx. അതിന്റെ ഞാൻ പറഞ്ഞ ഒരു തിക്നെസ് ഉണ്ട് dx, അത് നിങ്ങൾക്ക് ഇവിടെ ബ്രെഡ്ത്ത് ആയിട്ട് എടുത്താൽ വാട്ട് ദ ഏരിയ ഓഫ് ദാറ്റ് റിംഗ്, ലെങ്ത് ഇൻടു ബ്രെഡ്ത്ത്, ഇറ്റ് ഈസ് 2πx ഇൻടു dx. മനസ്സിലായോ? നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഇമാജിൻ ചെയ്യണം. നമ്മൾ ആദ്യം ഈ ഒരു റിങ്ങിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യയാണ് ഞാൻ വിളിക്കാൻ പോകുന്നത്, അബൌട്ട് ദ ആക്സിസ് AB. എന്നിട്ട് നമ്മൾ പറഞ്ഞു അതേപോലെ ഒരുപാട് റിംഗ് ഉണ്ട്, നമ്മൾ എന്ത് ചെയ്താൽ മതി, അതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ. അപ്പോൾ ഈ ഒരു റിങ്ങിന്റെ ഏരിയ നമ്മൾ കണ്ടുപിടിച്ചു, അത് എത്ര കിട്ടി, 2πx ഇൻടു dx. എന്തുകൊണ്ട് ഏരിയ കണ്ടുപിടിച്ചു എന്ന് ചോദിച്ചാൽ വി നീഡ് ടു നോ വാട്ട് ദ മാസ് ഓഫ് ദ റിംഗ്. അതിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കാൻ നമുക്ക് എന്തറിയണം, ആ റിങ്ങിന്റെ മാസ് അറിയണം. നമുക്ക് ക്യാപിറ്റൽ M എന്ന് പറയുന്നത് ഹോൾ ഡിസ്കിന്റെ മാസേ നമുക്കറിയാവുള്ളൂ. നമുക്ക് ഈ റിങ്ങിന്റെ മാസ് കണ്ടുപിടിക്കാൻ നമുക്ക് ആരെ ഉപയോഗിക്കാം, ഈ സിഗ്മയെ നമുക്ക് ഉപയോഗിക്കാം, മാസ് പെർ യൂണിറ്റ് ഏരിയ. ആ ഡിസ്കിന്റെ മാസ് M ആണെങ്കിലും യൂണിറ്റ് ഏരിയയിൽ അതിന്റെ മാസ് എന്ന് പറയുന്നത് സിഗ്മയാണ്. അങ്ങനെയാണെങ്കിൽ ഈ റിങ്ങിൽ എത്ര ഏരിയ ഉണ്ടോ അതിനെ സിഗ്മ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ യു വിൽ ഗെറ്റ് ദി മാസ് ഓഫ് ദാറ്റ് റിംഗ്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ ആരെ കണ്ടുപിടിച്ചത്, സിഗ്മയെ കണ്ടുപിടിച്ചത്, മാസ് പെർ യൂണിറ്റ് ഏരിയ എന്തെന്ന് കണ്ടുപിടിച്ചത്. മനസ്സിലായി എന്ന് കരുതുന്നു.
അപ്പൊ നമ്മൾ ആദ്യം ഏരിയ ഓഫ് ദ റിംഗ് കണ്ടുപിടിച്ചു 2πx dx. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം നമ്മൾ ഏരിയ കണ്ടുപിടിച്ചത് എന്തിനാണ്? we need to know what the mass of the ring. ആ റിംഗിന്റെ മാസ് നമുക്ക് അറിയണം. നമുക്ക് ആരെ അറിയാം? മാസ് പെർ യൂണിറ്റ് ഏരിയ അറിയാം. എത്രയാണ്? സിഗ്മയാണ്. ആ സിഗ്മയുടെ കൂടെ ഏരിയ ഓഫ് ദ റിംഗ് ആയ 2πx dx മൾട്ടിപ്ലൈ ചെയ്താൽ you will get the mass of the ring. നിങ്ങൾക്ക് ആരെ കിട്ടും? ആ റിംഗിന്റെ മാസ്. നമുക്ക് മാസ് ഓഫ് ദ റിംഗ് കിട്ടി. ആ റിംഗ് ആക്സിസിൽ നിന്നും x ഡിസ്റ്റൻസ് ആണെന്ന് കിട്ടി. Now we can easily find out what is the moment of inertia of the ring about the axis AB. നമ്മൾ അടുത്ത കണ്ടുപിടിക്കാൻ പോകുന്നത് moment of inertia of the ring about AB. എത്രയായിരിക്കും moment of inertia of the ring about AB? It is the product of mass of the ring and square of the distance from the axis. ആക്സിസിൽ നിന്നും എത്ര ദൂരെയാണോ അതിന്റെ സ്ക്വയർ ഇൻറ്റു മാസ്. ഇതിന്റെ മാസ് എത്രയാണ്? മാസ് ഓഫ് ദ റിംഗ് സിഗ്മ ഇൻറ്റു 2πx dx. എത്ര ഡിസ്റ്റൻസ് ആണ്? x ഡിസ്റ്റൻസ്, അതിന്റെ സ്ക്വയർ x സ്ക്വയർ. So this is the moment of inertia of the ring about the axis AB. ഇതിനല്പം നമുക്ക് ഒരു നല്ല രീതിയിൽ എഴുതിയാൽ എങ്ങനെ എഴുതാം? 2π സിഗ്മ x into x square x cube. So this is the moment of inertia of the ring of that particular ring about the axis AB. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് എന്താണ്? ദ ഹോൾ ഡിസ്കിനെ നമ്മൾ ഒരുപാട് കോൺസെൻട്രിക് റിംഗ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. സോ ദി മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദി സർക്കുലർ ഡിസ്ക് ടോട്ടൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് ഈക്വൽ ടു ദി സം ഓഫ് ദി മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ഓൾ സച്ച് കോൺസെൻട്രിക് റിംഗ്സ്. ഇതുപോലുള്ള ഓരോ കോൺസെൻട്രിക് റിംഗിന്റെയും മൊമെന്റ് ഓഫ് ഇനേർഷ്യ എടുത്തിട്ട് എന്ത് ചെയ്താൽ മതി? സം ചെയ്താൽ മതി. ഇവിടെ നമുക്ക് ഡിസ്ക്രീറ്റ് ആയിട്ട് പറയാൻ പറ്റത്തില്ല. ഇവിടെ 10 റിംഗ് ഉണ്ട് ഇല്ലെങ്കിൽ 11 റിംഗ് ഉണ്ടെന്ന് നമുക്ക് ഡിസ്ക്രീറ്റ് ചെയ്ത് പറയാൻ പറ്റില്ല. ഇൻഫിനിറ്റ് നമ്പർ ഓഫ് റിംഗ്സ് ആർ ദെയർ ബിക്കോസ് ദ തിക്നെസ് ഈസ് വെരി സ്മോൾ. dx എന്ന് പറയുന്ന തിക്നെസ് ഈസ് വെരി സ്മോൾ. അതുകൊണ്ട് യു ക്യാൻ ഇമാജിൻ എ ലാർജ് നമ്പർ ഓഫ് റിംഗ്സ് ഇൻസൈഡ് ദാറ്റ് സർക്കുലർ ഡിസ്ക്. അതുകൊണ്ട് നമുക്ക് സമ്മേഷന് പകരം എന്ത് ചെയ്യേണ്ടി വരും? വി നീഡ് ടു ഇന്റഗ്രേറ്റ്. ഒരു റിംഗിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എടുത്തിട്ട് ആ ലിമിറ്റിൽ എന്ത് ചെയ്താൽ മതി? ഇന്റഗ്രേറ്റ് ചെയ്താൽ വി വിൽ ഗെറ്റ് ദി മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദി സർക്കുലർ ഡിസ്ക്. Let I be the moment of inertia of the circular disc. I equal to ഒരു റിംഗിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എത്രയും നമ്മൾ കണ്ടുപിടിച്ചു? 2π സിഗ്മ x cube dx. 2π സിഗ്മ x cube dx. ഒരു റിംഗിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഇതിനെ എന്ത് ചെയ്യണം? ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇന്റഗ്രേറ്റ് എക്സ്പ്രഷൻ ഏത് മുതൽ ഏത് വരെ? So we have to take the limit. This is 0. This is reference point at 0 to capital R. So you need to integrate this expression from 0 to capital R. So if you integrate this expression, you will get the moment of inertia of the circular disc about AB. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് നോക്കിയാൽ 2π സിഗ്മ നിങ്ങൾക്ക് കോമൺ ആയിട്ട് എടുക്കാം. x ക്യൂബിന്റെ ഇന്റഗ്രൽ x raised to 4/4 take and apply the limit. ഒന്ന് ചെയ്ത് നോക്കിയേ. എല്ലാവരും ചെയ്ത് കാണും എന്ന് കരുതുന്നു. x raised to 4/4 and apply the limit, you will get 2π sigma r raised to 4/4. 2π sigma r raised to 4/4 കിട്ടി കാണും എന്ന് കരുതുന്നു. Just substitute the value of sigma here. സിഗ്മയുടെ വാല്യൂ ഇവിടെ എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. equal to എന്റെ കൂടെ തന്നെ എഴുതി പോവുക. 2π സിഗ്മയ്ക്ക് പകരം m/π capital R square into r raised to 4/4. 2π m/π capital R square into r raised to 4/4. Okay ആണ്. So pi cancel, 2 4 cancel, r raised to 4 r square cancel. എന്ത് കിട്ടും? ബാക്കി വരുന്ന കാര്യം ഒന്ന് പറഞ്ഞേ. ബാക്കി വരുന്നത് m is there. ഈ 4 ഉള്ളതാണ് m raised to 4 ആയിട്ട് തെറ്റിയിരിക്കുന്നത്. m into capital R square by 2. So this is the answer. So the moment of inertia of the circular disc about an axis passing through its center and perpendicular to its plane is m r square by 2. കാണാതെ പഠിക്കണം. നമുക്ക് പ്രോബ്ലത്തിന് ഇതേപോലെ ഒരുപാട് ജോമെട്രികൾ തരും. നിങ്ങൾ ആക്സിസ് ഐഡന്റിഫൈ ചെയ്തിട്ട് ഉടൻ തന്നെ ആ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ ഈ പഠിച്ച എല്ലാ ഫോർമുലയും ഞാൻ നേരത്തെ പറഞ്ഞ ഫോർമുല പേപ്പറിൽ എഴുതി വെക്കുക. So this is the moment of inertia of the circular disc about an axis passing through its center and perpendicular to its plane. ഒന്നും കൂടെ നോക്കിക്കേ.
നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ നമ്മൾ ആദ്യം കണ്ടുപിടിച്ചത് മാസ് പെർ യൂണിറ്റ് ഏരിയ ആണ്. അതെന്തിനാണ് കണ്ടുപിടിച്ചത്? നിങ്ങൾക്കറിയാം, വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ദി മാസ് ഓഫ് ദ റിംഗ്. കാരണം നമ്മൾ ആ ഹോൾ ഡിസ്കിനെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് റിംഗ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഒരു റിംഗിന്റെ മാസ് കണ്ടുപിടിക്കാനാണ് നമ്മൾ മാസ് പെർ യൂണിറ്റ് ഏരിയ എടുത്തത്. അവിടെ നിന്ന് നമ്മൾ ഒരു റിംഗിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിച്ചു. ദാറ്റ് വി ഇന്റഗ്രേറ്റ് ദ എക്സ്പ്രഷൻ ഫ്രം ദ ലിമിറ്റ് 0 to R. എളുപ്പമല്ലേ? So this is all about the moment of inertia of the circular disc. ഇനി നമ്മൾ അടുത്ത ഒരു ആക്സിസ്, ഞാൻ പറഞ്ഞു ഒരു ആക്സിസ് ആയുള്ളൂ, about an axis passing through center and perpendicular to space. Next we need to find out what the moment of inertia of the same circular disc about its diameter. ഇതിന്റെ ഡയമീറ്ററിൽ എങ്ങനെ ആയിരിക്കും എന്നതാണ് നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക എങ്ങനെ ആയിരിക്കും എന്നുള്ളത്. ഇതാണ് ആ ഫിഗർ, moment of inertia of the circular disc about the diameter. ഈ ഫിഗർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മൾ ഏത് തിയറം ആയിരിക്കും ഇവിടെ യൂസ് ചെയ്യുന്നത്. We are using the perpendicular axis here. We know the moment of inertia of this disc about the axis z dash. അല്ലേ? z dash ആസ്പദമായിട്ട് ഇതിന്റെ moment of inertia എത്രയാണ് എന്ന് നമുക്കറിയാം. What is that? What is the moment of inertia of this disc about z dash? z dash എത്രയാണ് നമ്മൾ ഇപ്പോൾ പഠിച്ചു. It is mr²/2. അല്ലേ? എളുപ്പമാണ്. കാരണം it is the moment of inertia of the disc about an axis passing through its center and perpendicular to its plane. എളുപ്പമാണ്. It is mr²/2. ഇവിടെ നമുക്ക് വേണ്ടത് what is the moment of inertia of the disc about the diameter ആണ്. about the diameterൽ എന്താണ് moment of inertia എന്നുള്ളതാണ് നമുക്ക് ആവശ്യം. ഒന്ന് ആലോചിച്ച് നോക്കേ. യു ക്യാൻ ഇമാജിൻ എ ലാർജ് നമ്പർ ഓഫ് സച്ച് ഡയമീറ്റേഴ്സ്. അല്ലെ? ഒരുപാട് ഡയമീറ്ററുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ സർക്കുലർ ഡിസ്കിൽ ഇമാജിൻ ചെയ്യാം. നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്തത് അതേപോലെ രണ്ട് ഡയമീറ്റർ, രണ്ട് ആക്സിസ് അല്ലെങ്കിൽ ആ രണ്ട് ഡയമീറ്റർ ആണ് നമ്മൾ കൺസിഡർ ചെയ്തത്. പക്ഷെ നിങ്ങൾക്ക് ഒരുപാട് ഡയമീറ്റർ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ ഇമാജിൻ ചെയ്യാം. പക്ഷെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദിസ് ഡിസ്ക് അബൌട്ട് എനി സച്ച് ഡയമീറ്റർ ആർ സെയിം. ഏത് ഡയമീറ്റർ നിങ്ങൾ എടുത്താലും ഇതിന്റെ ഡ്യൂ ടു സിമെട്രിക്കൽ ഷേപ്പ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്തായിരിക്കും, സെയിം ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഏത് ഡയമീറ്റർ, ഏത് ഓറിയന്റേഷനുള്ള ഡയമീറ്റർ എടുക്കാം, പക്ഷെ ഏതെടുത്താലും ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്തായിരിക്കും, സെയിം ആയിരിക്കും ഡ്യൂ ടു സിമെട്രിക്കൽ ഷേപ്പ്. അപ്പൊ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് രണ്ട് ഡയമീറ്ററുകളാണ്. അപ്പൊ ഈ രണ്ട് ഡയമീറ്ററിലും മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്തായിരിക്കാം, സെയിം ആണ്. കാരണം ഐ ആണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് എക്സ് ഡാഷ് എങ്കിൽ അതേ ഐ ആയിരിക്കും മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് വൈ ഡാഷ്. അപ്പൊ ഏത് ഡയമീറ്റർ എടുത്താലും മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്തായിരിക്കും, സെയിം ആയിരിക്കും എന്നർത്ഥം. And also these two axes are perpendicular to each other. X dash y dash എന്താണ്, perpendicular ആണ്. And both are perpendicular to z dash. അപ്പം z ഡാഷിന് അതെന്താണ്, perpendicular ആണ്. So നമ്മൾ perpendicular axis theorem പഠിച്ചെന്ന് ഓർത്ത് നോക്കിയേ. So these are the two axes which are perpendicular to each other and z dash passing through the point of intersection and perpendicular to both the axes. രണ്ട് ആക്സിനും പെർപെൻഡിക്കുലർ ആയിട്ട് അത് ജോയിൻ ചെയ്ത പോയിന്റിൽ കൂടിയാണ് ആര് കടന്നു പോകുന്നത്, z ഡാഷ് കടന്നു പോകുന്നത്. സോ ദാറ്റ് വി ക്യാൻ യൂസ് ദി പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. അപ്പോൾ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം എന്താണ് പറയുന്നത്, ദ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദാറ്റ് പെർപെൻഡിക്കുലർ ആക്സിസ് ഇവിടെ എന്താണ്, അബൌട്ട് z ഡാഷ് which is mr²/2. It is the sum of the moment of inertia of the other two axes. ബാക്കി രണ്ട് ആക്സിസിന്റെയും മൊമെന്റ് ഓഫ് ഇനേർഷ്യക്ക് സമ്മിന്റെ തുല്യമായിരിക്കും. ഇവിടെ എന്താണ്, മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് x dash it is I, and also about y dash it is also I. So we use the perpendicular axis theorem here. So we got I plus I equal to mr²/2 or 2I equal to mr²/2. Or what I? What is I? This is the moment of inertia of the disc about one of the diameters. അതാണ് I എന്ന് പറയുന്നത്. So I equal to mr²/4. Very important. I equal to mr²/4. So this is the moment of inertia of the moment of inertia of the disc about the diameter. Clear ആണല്ലോ? രണ്ടെണ്ണം. About an axis passing through its center and perpendicular to its plane is mr²/2. About diameter it is mr²/4. Just use what, perpendicular axis theorem. ഇനി നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഈ ഒരു ആക്സിസ് ആണെന്ന് ഇരിക്കട്ടെ, about an axis passing through or about a tangent. ആ ഡിസ്കിന്റെ ടാൻജന്റിൽ കൂടിയുള്ള ഒരു ആക്സിസ് ആണെങ്കിൽ നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും?
നിങ്ങൾ എന്ത് ചെയ്യാം? യു നോ ദി മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ ഡിസ്ക് അബൌട്ട് ദ ഡയമീറ്റർ അല്ലേ? ഈ എ ബി ഒരു ഡയമീറ്റർ അല്ല, അത് പെർപെൻഡിക്കുലർ ഈ ഒരു ഷേപ്പിലാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ വേണ്ടത് എങ്ങനെയാണ്? ഇതിൽ കൂടിയുള്ള ഒരു ഡയമീറ്ററിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ നിങ്ങൾക്ക് അറിയാം. എത്രയാണ്? mr²/4. Just use the parallax theorem. So this is the distance r. Just use what is the moment of inertia of I dash? എന്തായിരിക്കും? Moment of inertia what? Of the disk about an axis passing through its center. This is mr²/4 plus what? Mass into square of the distance between these two axes. അങ്ങനെ പല രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഇതേപോലെ നിങ്ങൾ ചെയ്യുക. സോ രണ്ട് ആക്സിസ് നമ്മൾ തിയറിയിൽ പഠിച്ചു. പ്രോബ്ലത്തിൽ പല രീതിയിലുള്ള ഓറിയന്റേഷൻസ് വരും. ജസ്റ്റ് യൂസ് ഡിഫറെന്റ് തിയറംസ്. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് വാട്ട് ഈസ് ദി മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദി circular disc about diameter and about an axis passing through the center and perpendicular to its plane. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ആനുലാർ ഡിസ്ക് ആണ്. ഇത് നല്ല രീതിയിൽ പഠിച്ചു വെക്കുക. Then you can solve the moment of inertia of the angular disk. That we will see in the next video. Okay. Hope you understand. Thank you.